സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഏറ്റവും നിർണായകമായ ബിഗ് എക്സ്പ്ലോഷൻ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. പിടിച്ചോ കാശ്മി. വെൽക്കം ടു ഡിബേറ്റ് സ്പേസ് മലയാളം. ലെറ്റ്സ് ബിഗിൻ. എല്ലാ തവണത്തെ പോലെയും ആളെ പറ്റിക്കരുത് കേട്ടോ. ഇത് വർഷത്തിൽ 1-2 തവണ നിങ്ങൾ ഈ സുകുമാരക്കുറുപ്പിനെ ഇതാ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ആ തരത്തിൽ പറ്റിക്കാനാണെങ്കിൽ എൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാശ്മീരുടെ ഈ ഒച്ചപ്പാട് കേട്ട് ഞാൻ ഉറക്കണീറ്റിട്ട് ഈ വാർത്ത കേട്ടത്. വെറുതെ ആളെ പറ്റിക്കരുത്. യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ സംഭവിച്ച കാശ്മീർ? ഇദ്ദേഹം 42 കൊല്ലമായില്ലേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട്. അതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ കേസൊക്കെ ഇന്ന് രാവിലെയും കൂടെ നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്തത്. ഈ കേസൊക്കെ ആകെ തേച്ച് മാച്ച് കളയാൻ പോകുന്നു. ഈ പുതിയ മന്ത്രിസഭ നമ്മുടെ രമേശ് ചെന്നിത്തല വന്നിട്ട് ആ ഫയലൊക്കെ പൊക്കിയെടുത്തിട്ട് ക്രൈംബ്രാഞ്ച് ഇതിനെ അങ്ങ് ഇല്ലാതാക്കി. ഇനിയിപ്പോൾ ഇത് അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു വാർത്ത നിങ്ങളല്ലേ വിട്ട്. ഞാൻ കണ്ടു, വേണമെങ്കിൽ ഇതാ കാണിച്ചു തരാം, ഒന്ന് കണ്ടു. 42 വർഷം മുൻപ് കേരള പോലീസിന്റെ മനസമാധാനം കെടുത്തി തുടങ്ങിയ കേസാണ് സുകുമാരക്കുറുപ്പ് നടത്തിയിട്ടുള്ള കൊലപാതക കേസ്. 4 പതിറ്റാണ്ട് മുൻപ് കേരള പോലീസ് എടുത്തുവെച്ച തലവേദന നമുക്കറിയാം. ഇക്കഴിഞ്ഞ 1984 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട 2 മാസം മുൻപ് ക്രൈംബ്രാഞ്ച് വീണ്ടും ഇതിനൊരു പുനരന്വേഷണത്തിന് ചില നീക്കങ്ങൾ നടത്തി. 1984 ജനുവരി 22 പുലർച്ചെയാണ് സുകുമാരക്കുറുപ്പ് എന്ന പിടികിട്ടാപ്പുള്ളി കേരളത്തെ ഞെട്ടിക്കുന്നത്. സ്വന്തം പേരിലുള്ള ഇൻഷുറൻസ് തട്ടിയെടുക്കാനായി താൻ മരിച്ചുവെന്ന് വരുത്താനായി നിരപരാധിയായ ചാക്കോയെ ശ്വാസം മുട്ടിച്ച് കൊന്ന കാറിലിട്ട് കത്തിച്ചു എന്നുള്ളതായിരുന്നു ഇതിലെ കേസ്. പിന്നീട് പോലീസിന്റെ പല ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. 2 മാസം മുൻപ് ക്രൈംബ്രാഞ്ച് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണത്തിന് തീരുമാനമെടുത്തു. ഇങ്ങനെയാണ് കൊലയ്ക്ക് ശേഷം മുങ്ങിയ കുറുപ്പിനെ കണ്ട ഏക മലയാളിയും ജാർഖണ്ഡിൽ നേഴ്സുമായിരുന്ന ആലപ്പുഴക്കാരി രത്നമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി ചില സൂചനകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ രത്നമ്മ ജോലി ചെയ്ത ആശുപത്രിയിൽ ഹൃദ്രോഗത്തെ തുടർന്ന് ഐസിയുവിലായിരുന്നു കുറുപ്പ്. ആ സമയത്ത് ഏകദേശം 40 വയസ്സായിരുന്നു കുറുപ്പ്. അന്നേ ഹൃദ്രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹൃദ്രോഗിയായ കുറുപ്പ് പിന്നീട് ഇതുവരെയുള്ള 40 വർഷം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇത് സ്ഥിരീകരിക്കുന്ന ചില മെഡിക്കൽ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഉടൻ തന്നെ കൊടുത്ത ഈ സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട കേസ് ക്ലോസ് ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല കാശ്മീർ ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇന്ന് രാവിലെ നിങ്ങളുടെ ചാനലിൽ തന്നെയാണല്ലോ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പോകുന്നു, അദ്ദേഹം ഹൃദ്രോഗത്താൽ മരിച്ചു കാണും, ഇനി ജീവിച്ചിരിക്കാൻ വഴിയില്ല. കാരണം 40 കൊല്ലം മുമ്പ് തന്നെ ഏതാണ്ടൊക്കെ ഹൃദ്രോഗമൊക്കെ വന്നിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഇനി ജീവിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയില്ല, അതുകൊണ്ട് ഈ ഫയൽ അങ്ങ് അടച്ച് പൂട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ മണിക്കൂറുകളായില്ലല്ലോ. അതേ നാവ് കൊണ്ട് വീണ്ടും നിങ്ങൾ പറയുന്നു ഇതാ ബ്രൂണയിൽ ആൾ ജീവിച്ചിരിക്കുന്നു, ആ മുഖസാമ്യമുള്ള. അപ്പം എന്തോ ഒരു വാർത്ത കൊണ്ട് നിങ്ങളൊരു കളിക്കുന്ന പോലെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയാൽ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ പറയുന്നു ഇത് ആൾ ജീവിച്ചിരിക്കുന്നു എന്ന്. അപ്പം രാവിലെ വിട്ട എപ്പിസോഡ് എന്ത് വകയായിരുന്നു? ഈ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. വർഷത്തിലൊരു 2-3 തവണയെങ്കിലും ഈ സുകുമാരക്കുറുപ്പിനെ പോലെ ഒരാളെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, എന്നിട്ട് ഇതാ പിടിക്കാൻ പോണു, പിന്നാലെ ഉണ്ട്, ഇല്ല, ഉണ്ട്, എന്നിട്ട് ഒരു 2 ദിവസം ചർച്ച നടത്തും, മന്തിച്ചർച്ച. എൻ്റെ കാശ്മീർ ഒരു 40-45 വയസ്സായ ആൾക്കാർക്കൊന്നും എന്താ ഈ സുകുമാരക്കുറുപ്പ് എന്ന് തന്നെ അറിയില്ല. 1984 ഈ ചാക്കോനെ കൊന്ന് കാറിലിട്ട് ആ കഥ നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ആ മനുഷ്യൻ എവിടെയോ മരിച്ചു എന്ന് പറയുന്നു, രക്ഷപ്പെട്ടു പോയി പറയുന്നു, ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ പലപ്പോഴായി പല കഥകളും പല എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഈ ജനത്തിന് വിശ്വാസമില്ലാന്നേ. ഇനി ഇത്തവണ കണ്ടുപിടിച്ചെങ്കിൽ വളരെ നല്ലത്. ഇത്രയും ക്രൂരമായ ഒരു കൃത്യം നടത്തിയ മനുഷ്യനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷെ നിങ്ങൾ ഈ ചാനലുകാർ കാണിക്കുന്നുണ്ടല്ലോ, നാളെ അദ്ദേഹമൊന്നും അല്ല, അതങ്ങനെ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീണ്ടും 1 കൊല്ലോ 2 കൊല്ലോ കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും ഈ സുകുമാരക്കുറുപ്പിനെ പിടിക്കും. ഇപ്പോൾ ശരിക്കും കണ്ടെത്തിയില്ല എന്നൊന്നും അല്ലാട്ടോ പറയുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ പൊതുജനത്തിനൊരു വിശ്വാസം വരണ്ടേ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് നമ്മുടെ ഒരു നേഴ്സ് പറഞ്ഞൊരു കഥ ഒരു ചാനലിൽ വന്നിരുന്നു, അത് വേണമെങ്കിൽ ഹാഷ്മി ഒന്ന് കേട്ടു നോക്കൂ. നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഐസിയുവിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സീനിയർ ചേച്ചിമാർ വന്ന് ഹോസ്റ്റലിൽ സംസാരിച്ച്, എടി ഇങ്ങനെ ഒരാൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, 18 ഭാഷ അറിയാമെന്ന് പറഞ്ഞു, ഭാര്യ നേഴ്സാണ്, മലയാളമൊക്കെ അറിയാം, ഇങ്ങനെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ വാർഡിൽ ഐസിയിൽ പോയി അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് സുകുമാരക്കുറുപ്പാണെന്നുള്ള ഉറപ്പാണ്? എൻ്റെ സംസാരത്തിൽ നിന്നും
പുള്ളിക്ക് മനസ്സിലായി. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി തന്നെയാണെന്നുള്ള ഒരു കൺഫർമേഷൻ എനിക്ക് കൺഫേം അദ്ദേഹം തന്നെയായിരുന്നു. ഒരു സംശയം. ചേച്ചിയുടെ നാട്ടിലെവിടെ? എൻ്റെ വീട് ചെറിയനാട്. അപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, അധികം ദൂരമില്ല. നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? നാട്ടിൽ വെച്ച് ഒറ്റ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഒരു ദിവസം. അവിടെ എന്താ അസുഖമായിട്ട് അദ്ദേഹം വന്നത്? ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടത്. ഈ കൊലപാതകം. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ വന്നത് എന്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു? പുള്ളി ചെസ്റ്റ് പെയിനായിട്ട് അഡ്മിറ്റ് ആയത്. ജോഷി എന്ന പേരിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. ICUവിൽ അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാരൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയ ഇത് ഇപ്പം ചെറുതായിട്ട് എല്ലായിടത്തും അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞുള്ള മാനേജ്മെൻറ്റിനും അറിവായെന്ന് തോന്നി ഇതെന്തോ ക്രിമിനലാണെന്ന്. അന്നേരം തന്നെ ICUവിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ജനറൽ വാർഡിൽ കൊടുത്തു. ജനറൽ വാർഡിൽ നിന്നാണ് അബ്സ്കോണ്ടഡ് ആയത്. നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളോട് പറഞ്ഞ കഥ അത് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ എന്തായി? അക്കാലത്ത് തന്നെ സുകുമാരക്കുറുപ്പ് ഈ മാരകമായ ഹൃദ്രോഗത്തിന് അടിമപ്പെട്ട് മരണപ്പെട്ട് കാണും എന്ന് പോലീസുകാർ സംശയിക്കുന്ന പോലെ മലയാളികളും സംശയിച്ചു കാണും. ഇന്നിപ്പോൾ ഇതാ നിങ്ങൾ പറയുന്നു ഇല്ല, അദ്ദേഹം ആരോഗ്യത്തോടുകൂടെ ബ്രൂണയിൽ അവിടെ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം പല പേരിലും കള്ള പാസ്പോർട്ടിലൊക്കെ അവിടെ ചൈനക്കാരനുമായിട്ടൊക്കെ ഒരു ഹോട്ടൽ ബിസിനസ്സോ എന്തോ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഫാം ഹൗസിൻ്റെ മുന്നിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 എടുത്തൊരു ഫോട്ടോ ആണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. 2-3 ദിവസം മുമ്പ് അദ്ദേഹത്തിനോട് സംസാരിച്ച ഒരു സുഹൃത്തുമായി നിങ്ങൾ മുഖം കാണിക്കാതെ സംസാരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതേ കാര്യം നിങ്ങൾ പറയുന്ന അതേ ദിവസം രാവിലെ തന്നെ ഈ കേരള പോലീസ് ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയും നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തമ്മിൽ എന്തോ ഒരു ചേരുംപടി ചേരായകളുണ്ടല്ലോ. ഇനി ഇദ്ദേഹം അവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർപോളിനെയോ കേരള പോലീസിനെയോ വിവരമറിയിച്ച് അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവിടെ എത്തിച്ച് കയ്യോടുകൂടെ പൊക്കാനുള്ള സാമർഥ്യം കാണിക്കണ്ടേ? ഇത് നിങ്ങൾ വാർത്ത നിങ്ങളുടെ ചാനൽ വഴി ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ അന്ന് രക്ഷപ്പെടാൻ കാണിച്ച ബുദ്ധിമാൻ ഇന്നും അതേ ബുദ്ധി കാണിച്ച് അവിടുന്ന് രക്ഷപ്പെടില്ലേ എൻ്റെ ഹാഷ്മി എന്ന് ചോദിക്കാൻ ഒരു സാധാരണക്കാരായ ഞങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ട്. ഹാഷ്മിക്ക് എന്ത് തോന്നും എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അറിയില്ല. നിങ്ങളും പോലീസും ഒക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് അദ്ദേഹം ബ്രൂണയിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര കള്ള പാസ്പോർട്ട് ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. കാരണം അത്രയ്ക്കും സൂത്രശാലിയായ അത്രയ്ക്കും തന്ത്രശാലിയായ ഒരു ക്രൂരനായ കൊലപാതകയായിരിക്കണമല്ലോ സുകുമാരക്കുറുപ്പ്. ഇപ്പം ഈ മനുഷ്യൻ നിങ്ങൾ കണ്ടെത്തിയ ആൾ അങ്ങനെയാണോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേട്ടറിവുള്ള കാര്യങ്ങൾ. എന്തായാലും അദ്ദേഹം തന്നെ ആയിരിക്കട്ടെ സുകുമാരക്കുറുപ്പ് എന്ന് ഞങ്ങളും ആശിക്കുന്നു. അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ആ പാവപ്പെട്ട ചാക്കോ എന്ന മനുഷ്യനോട് പതിറ്റാണ്ടുകൾക്ക് ശേഷമെങ്കിലും ഒരു നീതിയും ന്യായവും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.